അത് വളരെ ഇരുട്ടാണ് ഖബറിൻ്റെത്. ജീവിതകാലത്ത് ഒരു തുള്ളി മണ്ണ് ശരീരത്തിലായാൽ അത് പൊറുക്കില്ല, നമ്മൾ സഹിക്കില്ല, തട്ടിക്കളയും. അത് കഴുകി നീക്കും. മണ്ണിലാണ് കിടക്കാറുള്ളത്, ഖബറിലാണ്. ആ ഖബറിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയില്ല, സ്നേഹത്തോടുകൂടെ കാണുന്ന ഭർത്താവില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ വഴിയിൽ നനഞ്ഞു വരുമ്പോ എല്ലാവരും വ്യത്യസ്തങ്ങളായി കമന്റ് പറയുമ്പോ തോർത്തെടുത്തുന്ന പ്രിയപ്പെട്ട മാതാവില്ല. അല്ലാഹുവേ, നമുക്ക് വേണ്ടി നാട്ടിലും വിദേശത്തുമായി ജോലി ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ ഖബറിലേക്കില്ല. അതുപോലെ നമ്മളെയൊക്കെ സ്നേഹിച്ച നമ്മുടെ കൂട്ടുകാരൻ ഖബറിലേക്കില്ല. നമ്മുടെ ഉപ്പയില്ല, ഉസ്താദില്ല, ടീച്ചറില്ല, ഡോക്ടറില്ല, മന്ത്രിയില്ല, കൂട്ടുകാരനില്ല, നാട്ടുകാരനില്ല, ആരുമില്ലാത്ത ഖബറിൽ കഴിയേണ്ടവനാണ്, ഖബറിൽ കഴിയേണ്ടവളാണ്. എത്ര കൊല്ലം അത് തീരുമാനമില്ല. ഖിയാമത്ത് നാൾ വരെ, ഖിയാമത്ത് നാൾ എന്നാണ് ഡേറ്റ് പറഞ്ഞിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. പലതിന്റെയും ഡേറ്റ് നമുക്കറിയാം. ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ഇന്ന് വരെ ഒരാളും പ്രഖ്യാപിച്ചിട്ടില്ല. പറഞ്ഞത് മുഴുവനും കളവാൻ. കാരണം ആരെങ്കിലും ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഡേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ നമ്മോട്. അല്ലാഹുവിന്റെ ഹബീബിനെ മറപ്പിച്ച കാര്യം ഏതെങ്കിലും ശാസ്ത്രത്തിന് അല്ലാഹു കണ്ടുപിടിക്കാൻ അവസരം കൊടുക്കുമോ? 2012 ഖിയാമത്ത് നാളാകുമെന്ന് എഴുതി വെച്ച പുസ്തകം എന്റെ കയ്യിലുണ്ട്. 12 കഴിഞ്ഞ് 13 വർഷമായി. 15 ഖിയാമത്ത് നാളാകുമെന്ന് പറഞ്ഞ പുസ്തകം എന്റെ കയ്യിലുണ്ട്. 13 കഴിഞ്ഞ് വർഷങ്ങളായി. 18 ഖിയാമത്ത് നാളാകുമെന്ന് പറഞ്ഞ ആളുകൾ എനിക്കറിയാം. സുബ്ഹാനല്ലാഹ്, 22 ഖിയാമത്ത് നാളാണെന്നും 24 ഖിയാമത്ത് നാളെന്നും 27 ഖിയാമത്ത് നാളെന്നും പലതും പറഞ്ഞിട്ടുണ്ട്. പലതും കഴിഞ്ഞു പോയി. ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ഒരാൾക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല. ഖബറിൽ കിടക്കണം ഒരുപാട് കാലം. ആ ഖബറിലേക്ക് ചേളുകളുണ്ട്, പാമ്പുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ പാമ്പിനേക്കാൾ ഉഗ്രം വിഷമുള്ള പാമ്പുകളാണ്. ഖബറിൽ വെക്കുമ്പോൾ തന്നെ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മുമ്പ് ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ കാണിക്കുന്നത് ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോയിലുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ളാഹിനെ അറിയോ എന്നാണ് ചോദ്യം. എന്ന് പറയുന്ന ധിക്കാരികളായ അവിശ്വാസികളുണ്ട്. ആ ചോദ്യത്തിന്റെ മുമ്പുള്ള ഇന്റർവ്യൂ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം വരുന്നത് മുൻകർ നക്കീറാണ്. ഒരാൾ ചോദിക്കുന്നു, ഒരാൾ ഇരുമ്പ് വടി കൊണ്ട് അടിക്കുന്നു. ഇവിടുന്ന് അങ്ങനത്തെ ഒരു ഇരുമ്പ് വടി കൊണ്ട് നമ്മൾ അടി കിട്ടിയാൽ ആ സെക്കൻഡിൽ കാലിയാകും. പിന്നെ ഖബറിൽ മരണമില്ലല്ലോ, പിന്നെ മരണമില്ല. എങ്ങനെ ദ്രവിച്ചവരെയും എങ്ങനെ ഒരു പേര് എഴുന്നേൽപ്പിക്കുന്ന ലോകം ഖബറാണ്. ആ ഖബറിൽ വെച്ച് മുൻകർ നക്കീറിന്റെ ചോദ്യമാണ്. മുൻകർ ചോദിക്കുന്നു, നക്കീർ അടിക്കുന്നു. നക്കീർ ചോദിക്കുന്നു, മുൻകർ അടിക്കുന്നു. രണ്ടുപേരും ഒരുപോലെ ചോദ്യം ചോദിക്കുന്നു, രണ്ടുപേരും ഒരുപോലെ അടിക്കുന്നു. ക്ഷീണമില്ലാത്ത മലക്കുകളാണ്, ക്ഷീണമില്ലാത്ത മലക്കുകളാണ്. ഒരേ സമയത്ത് പരകോടി ജനങ്ങളോട് ചോദിക്കാൻ കഴിവുള്ള മലക്കുകളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയട്ടെ. ഉമ്മമാരെ, സൂറത്ത് തബാറക 30 ആയത്തല്ലേ ഉള്ളൂ. 5 മിനിറ്റ് പോലെ നമുക്ക് ഓതാൻ. നിങ്ങൾ ഓതാറുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ നിങ്ങളുടെ മക്കൾ ഓതാറുണ്ടോ? ഉമ്മമാരെ, നമ്മളെല്ലാവരും ഓതാറുണ്ട് എന്നത് ശരി തന്നെയാണ്. എന്റെ ഖബറിലേക്ക് എന്റെ മക്കളുടെ കാരണം കൊണ്ട് എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഖബർ കഴിഞ്ഞുള്ള ലോകത്ത് രക്ഷപ്പെടാനും മഹ്ശറിൽ രക്ഷപ്പെടാനും ഒക്കെ സൂറത്തുൽ മുൽക്ക് ഓതൽ പതിവാക്കണേ. ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് ഇവിടുന്ന് പറഞ്ഞ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിനേന
സൂറത്തുൽ വാഖിഅ ഓതാറുണ്ട്, സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ട്. സൂറത്തുൽ മുൽക്ക് ഓതാതെ കിടന്നിട്ടില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യവും പരസ്യവും പറയുന്ന അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബിബി ചെറിയ കുട്ടിയല്ലേ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഖബറിൽ രക്ഷപ്പെടാൻ ഒരുപാട് വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അത് ഖബറിൽ നമുക്ക് ചോദ്യങ്ങൾ ലളിതമാകൽ തന്നെയാണ്. ചോദ്യങ്ങൾ ലളിതമാകണോ, ഉത്തരം എളുപ്പമാകണോ, ചോദ്യമില്ലാതിരിക്കണോ, സൂറത്തുൽ മുൽക്ക് ഓതണേ. അതുപോലെ പവിത്രതയുള്ള സൂറത്തല്ലേ സൂറത്തുൽ സജ്ദ. ഇതൊക്കെ 30 ആയത്തല്ലേ ഉള്ളൂ. സൂറത്തുൽ സജ്ദയും അതുപോലെ പവിത്രതയുള്ള സൂറത്തല്ലേ. ഖബർ രക്ഷപ്പെടാൻ തന്നെ സൂറത്തുൽ സജ്ദ ഉപകരിക്കും. പിന്നെ സൂറത്തുൽ വാഖിഅയും ഓതാം. 90ഓളം ആയത്തുകളുണ്ടെങ്കിലും ആയത്തുകൾ ചെറുതാണ്. സൂറത്തുൽ മുൽക്ക് ഓതുന്നത് പോലെ 5-6 മിനിറ്റുകൾ കൊണ്ട് ഓതാൻ സാധിക്കുന്ന ഒരു സൂറത്തല്ലേ സൂറത്തുൽ വാഖിഅ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിന് ഒരു പണക്കി സമ്മാനമായി കൊടുത്തപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് പൈസ വേണ്ട. പൈസ വേണ്ടേ? അങ്ങനെ ഉണ്ടോ ആൾക്കാര്? നമ്മളെന്താണ് അപ്പുറത്തൊരാൾ പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മുപ്പരടുത്ത് പോയി നിൽക്കും. ഇതെന്താ ഇവിടെ വന്നേ? അല്ല, ഞാൻ വെറുതെ വന്ന് നിങ്ങളെ കാണാൻ വന്നല്ലേ. കാണാൻ വന്ന പോയിക്കോളി, ഇൻഷാല്ലാ കണ്ടില്ലേ. അപ്പൊ നമ്മൾ മുപ്പരോട് സുഖവിവരങ്ങൾ ചോദിക്കും. സുഖവിവരങ്ങൾ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായി കാശ് കിട്ടല്ലോ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു കീസ് നിറയെ, ഒരു കവർ നിറയെ, ഒരു പാക്കറ്റ് നിറയെ പണവുമായി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കൊടുത്തപ്പോ സഅദ് റളിയല്ലാഹു അൻഹു മറുപടി, ലാ ഹാജത ഇലയ്യ, ലാ ഹാജത ഇലയ്യ, എനിക്ക് ആ പൈസ ആവശ്യമില്ല, എനിക്ക് നിങ്ങളുടെ പണം ആവശ്യമില്ല. സഅദ് റളിയല്ലാഹു അൻഹു മറുപടി കേട്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ 2 മക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അത്ഭുതപ്പെട്ടു, എന്താ കഥ? ആൾക്കാർ ഇങ്ങനെ ഉണ്ടോ പറഞ്ഞ പൈസ ആവശ്യമില്ല. നമ്മളൊക്കെ കുറച്ചെന്തെങ്കിലും കിട്ടിയാൽ, ഒരു 10,000 കിട്ടിയാൽ നമ്മൾ പറയും നമ്മളെ ആവശ്യം 25,000 അത് പണിഷ്മെന്റ് ചെയ്യാം എന്ന് നമ്മൾ പറയും. ഇത് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് പൈസ ആവശ്യമില്ല. പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു മലക്കായിരിക്കും അല്ല. അപ്പൊ പിന്നെ അടുത്ത ചോദ്യമാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടുത്ത കാര്യമാണ്, എനിക്ക് പൈസ ആവശ്യമില്ല എന്ന് പറഞ്ഞത് കുറച്ച് പ്രായമായില്ലേ, മക്കളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പെൺമക്കൾക്ക് കൊടുത്തോളി. പെൺമക്കൾക്ക് ജോലിയില്ലല്ലോ, അവർക്ക് കൊടുത്തോളി, ആവശ്യം ഉണ്ടാവില്ലേ? അപ്പൊ പെണ്ണുങ്ങൾക്ക് പൈസ, പെണ്ണുങ്ങൾക്ക് കുറെ ആവശ്യങ്ങളുണ്ടാവും, സ്വർഗ്ഗം ചെയ്യാനും മറ്റു ആവശ്യങ്ങളുണ്ടാവും, ഓർക്ക് പൈസ കൊടുക്കണം. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പുരുഷന്മാരുടെ ക്ലാസ്സിലൊക്കെ പറയണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും പൈസ ആവശ്യം ഉണ്ടാവല്ലോ, നിങ്ങൾ പെൺകുട്ടികൾ കൊടുത്തോളി. സഅദ് റളിയല്ലാഹു അൻഹു മറുപടി, ഞാൻ എൻ്റെ പെൺകുട്ടികളോട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് നിർദ്ദേശം അറിയോ? ഓ പെൺകുട്ടികളെ, നിങ്ങൾ ഓരോ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് സൂറത്തുൽ വാഖിഅ നിങ്ങൾ ഓതണേ. എന്നാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരൂല. എത്ര അനുഭവമാണെന്നറിയോ? സൂറത്തുൽ വാഖിഅ ഓതിയാൽ വലിയ രക്ഷയാണ്. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും സൂറത്തുൽ വാഖിഅ ഓതുമ്പോൾ പല കടങ്ങളും വീണാൻ നമ്മളിങ്ങനെ ഉദ്ദേശിക്കാറുണ്ട്, ഇങ്ങനെ കരുതാറുണ്ട്. വാഖിഅ ഓതി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ കടങ്ങൾ വെട്ടുന്നതാണ് പതിവ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മൾ എത്തുകയാണ്. റജബിലേക്ക് വേണ്ടി ഒരുങ്ങണം. ഉമ്മമാരെ, നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ദുആ ചെയ്യണം. ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഈ റൂത്തുൽ ഖുർആൻ നമ്മുടെ വനിതാ വിജ്ഞാന വേദിയിലെ മുഴുവൻ ആളുകൾക്കും പേര് ഓർക്കാറില്ലെങ്കിലും മുഴുവൻ വ്യക്തികൾക്കും പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. എവിടെ പോയാലും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്മാഉൽ ഹുസ്ന ചൊല്ലി നമുക്ക് ഇന്നത്തെ അവിടുത്തെ അവസാനിപ്പിക്കാം.
الله يا رحيم يا الله يا عزيز يا الله يا جبار يا الله جليل يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا اول يا الله يا اخر يا الله يا ظاهر يا الله يا باطن يا الله يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والاكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضر يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا الذي لم يلد ولم يولد ولم يكن له كفوا احد ليس كمثله شيء وهو السميع البصير اسماء الحسنى എന്നും ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലണം യാ അല്ലാഹ് എന്നുള്ള ദിക്ർ അവസാനം കൂട്ടുന്നില്ലെങ്കിൽ അത് പ്രശ്നമില്ല അത് അല്ലാഹുവിന്റെ ഒരു പേരാണ് യാ റഹ്മാൻ മറ്റൊരു പേരാണ് യാ റഹ്മാൻ മാത്രം ചൊല്ലിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അസ്മാഉൽ ഹുസ്ന പൂർത്തിയാകും നമ്മളത് അല്ലാഹുവിന്റെ പേര് വീണ്ടും ഉച്ചരിക്കുമ്പോൾ ദുആന്റെ മനസ്സോടുകൂടി ചൊല്ലുകയാണല്ലോ അല്ലാഹു വേഗം സ്വീകരിച്ചോട്ടെ എന്ന് കരുതി യാ അല്ലാഹ് എന്ന് ചേർത്തി പറയുകയാണ് മഹാന്മാരെ ഇജാസത്ത് പ്രകാരം ചൊല്ലുന്നതുമാണ് അത് ഇൻഷാ അല്ലാഹ് രണ്ട് രൂപത്തിൽ നമുക്ക് ഇജാസത്ത് ഉണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലാം അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം നമ്മുടെ സഹോദരിയുടെ മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാഹു തആല മോതിരം വളരെ പെട്ടെന്ന് ആ സഹോദരിക്ക് തിരിച്ചു കൊടുക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ اللهم صل وسلم على سيدنا محمد نبي الأمي وعلى آله وصحبه وسلم صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات أرحم الراحمين يا الملك الجبار يا سيدنا الله അല്ലാഹുവേ കാര്യങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ വനിതാ വിജ്ഞാന വേദി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് നിന്റെ അടുത്ത് പൊരുത്തപ്പെട്ട മജ്‌ലിസായി സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ നിങ്ങളുടെ സഹോദരിമാർക്ക് ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അല്ലാഹ് എല്ലാം നീക്കി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്
പരിശുദ്ധ റമളാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റജബിൽ ശഅബാനിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹൃദയം നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരിയുടെ ഉദരം നഷ്ടപ്പെട്ടു പോയി. എവിടെയാണെന്ന് അറിയുന്ന രാജാവായ അല്ലാഹുവായ തമ്പുരാനെ, നീ അവർക്ക് ഉദരം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ ഉദരം നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളൊന്നുമില്ലാതെ ആ ഉദരം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ഉമ്മമാർ സഹോദരിമാർ ഒരുപാട് പ്രയാസമുള്ളവരാണ്. ശാരീരികമായി വേദന അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ്. ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ക്ഷീണമുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. തകർച്ചയും തളർച്ചയും വേദനയും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാ ആഴ്ചയും ക്ലാസ്സിൽ വന്നിരുന്ന സഹോദരി ഈ അടുത്തൊരു പരിസരത്ത് വെച്ച് കണ്ടപ്പോ, പറഞ്ഞൊരു വീട്ടിൽ വെച്ച് കണ്ടപ്പോ മുൻപെല്ലാവരും പോയി വന്നിരുന്നു. ആരോഗ്യപരമായി പ്രശ്നം കൊണ്ട് വരാൻ സാധിക്കാറില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ സഹോദരിക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്‌ലിസ് ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്നവർ നീ വലിയ വിജയം നൽകണേ അല്ലാഹ്. വലിയ ഫത്ഹ് നൽകണേ അല്ലാഹ്. അവർ നടക്കുന്ന ഓരോ കാൽപാദങ്ങൾക്കും വലിയ വിജയം നൽകണേ അല്ലാഹ്. എൻ്റെ അടുത്ത് ഖബൂൽ നൽകണേ അല്ലാഹ്. ഒഴിവുണ്ടായതുകൊണ്ട് വന്നതല്ല അല്ലാഹ്, എൻ്റെ അവിടെ പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലാഹുവേ, വലിയ സംസാരം കൊണ്ട് വന്നതല്ല അല്ലാഹ്. കിട്ടുന്നതാണെങ്കിലും പഠിക്കാൻ, അത് നിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ലക്ഷ്യത്തിൽ വന്നതാണ്. വലിയ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ സാധുക്കളാണ് അല്ലാഹ്, പാപങ്ങളാണ് അല്ലാഹ്, ഞങ്ങൾ പാപികളാണ് അല്ലാഹ്. അല്ലാഹുവേ, നീ അല്ലാതെ ഞങ്ങൾക്ക് മാപ്പ് നൽകാൻ ഒരു യജമാനനില്ല അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. കഷ്ടപ്പാടുകളൊക്കെ നീക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആരോഗ്യം നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സന്തോഷത്തിൽ പങ്കാളിയാകാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഖൈറായ റാഹത്തായ നല്ല എല്ലാം നീ നൽകണേ അല്ലാഹ്. ആരുടെ മുന്നിലും യാചിക്കാതെ യാചിക്കുന്ന ഒരവസ്ഥ നീ നൽകല്ല അല്ലാഹ്. യാചിക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മാരകമായ രോഗത്തൊന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഡോക്ടർമാരും അതുപോലെ തന്നെ പലരും കൈയൊഴിയുന്ന രോഗത്തൊന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. സാമ്പത്തികമായി പ്രയാസം നിന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. സാമ്പത്തിക അഭിവൃദ്ധികൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ചെയ്തികൾ കാരണം നീ ഞങ്ങൾക്ക് പരീക്ഷണം ഇറക്കല്ല അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഈ മദ്രസ ഉണ്ടാക്കുന്ന കാലം മുതൽ സെക്കൻഡ് വരെ സഹായിച്ച ഉമ്മമാരുണ്ട്, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ഇർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരിമാരെ, നിങ്ങൾ എല്ലാ ആളുകളോടും പറയണം, ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് വരാൻ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് സാഹചര്യം പോലെ വരാം. കുഞ്ഞുള്ളപ്പാപ്പ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്, സയ്യിദാണ്, തങ്ങളാണ്, വലിയ മഹാനാണ്. താജുലുലമ സയ്യിദ് അവരുടെ കുടുംബവും അവിടുത്തെ ഉസ്താദും ഉറപ്പിയ ശേഖം കൂടിയാണ്. മഹാനവറുകൾ ഒരുപാട് കാലമായി വഫാത്തായി. മഹാനവറുകളുടെ പേരിൽ യാസീൻ സൂറത്ത് ഓതിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കളഞ്ഞു പോയ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് മഹാന്മാരുടെ അനുഭവങ്ങൾ പലരും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങളും പാപ്പ ആ അനുഭവം ഒരുപാട് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കേട്ടതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ ഷഅബാൻ അവസാനത്തിലേക്ക് കടക്കും. അതിന്റെ മുമ്പ് റജബ് നാളെ തുടങ്ങാനല്ലേ. ഷഅബാന്റെ മുമ്പ് എല്ലാ മദ്രസയിലും എല്ലാ ഉസ്താദുമാർക്കും കിറ്റ് നമ്മുടെ റേഞ്ചിന്റെ കീഴിൽ കൊടുക്കുന്നുണ്ട്. ഓരോ വർഷവും നിശ്ചിത ക്യാഷ് കൊടുക്കുക എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം നമ്മുടെ ടാർജറ്റ് പഞ്ചസാര കൊടുക്കാറുള്ളത്. പഞ്ചസാര ഓരോ ഉസ്താദുമാർക്കും അവർക്ക് നോമ്പിന് കഴിയാവുന്ന ആവശ്യമായ പഞ്ചസാരകൾ കൊടുക്കണം. 10-50 ഉസ്താദുമാർ നമ്മുടെ റേഞ്ചിലുണ്ട്. നമ്മുടെ ടാർജറ്റ് പഞ്ചസാര കൊടുക്കാനാണ്.
വേറെ പലരുടെ ടാർജറ്റ് അരിയാണ്, വേറെ പലരുടെ പലതുമാണ്. ഇപ്പോഴല്ല റജബ് കഴിഞ്ഞ് ഷഅബാനൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കഴിയാവുന്ന പഞ്ചസാരകൾ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പോൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു